ISLിൽ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടമാണ്. വിശദാംശങ്ങളുമായി അമൽനാഥ് ചേരുന്നു. അമൽ, എങ്ങനെയായിരിക്കും നാളെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കളി? എങ്ങനെയൊക്കെയായിരിക്കും ഒന്ന് വിശദീകരിക്കൂ. ഭദ്ര, നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളുമായുള്ള മത്സരമാണ് നടക്കുന്നത്. മത്സരം ഈസ്റ്റ് ബംഗാളിന്റെ ഹോം ഗ്രൗണ്ടായ സാറ്റലൈറ്റ് സ്റ്റേഡിയത്തിലായിരിക്കും. കൊൽക്കത്തൻ വമ്പന്മാർ എന്ന് പറയാൻ വേണ്ടി സാധിക്കുന്ന ടീം തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ. എങ്കിലും ISLിൽ അവരുടെ പ്രകടനം എടുത്തു നോക്കുകയാണെങ്കിൽ അത്ര മികച്ചൊരു പ്രകടനമല്ല ഈസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ ISLിൽ ഈസ്റ്റ് ബംഗാൾ എത്തിയിട്ട് ഇപ്പോൾ ഒരു 2-3 വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. എങ്കിലും അവർക്ക് ആ ഒരു പോയിന്റ് പട്ടികയിലാണെങ്കിലും മുൻപന്തിയിലേക്ക് എത്താൻ വേണ്ടി ഇതുവരെ ഈസ്റ്റ് ബംഗാളിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു ഈസി മാച്ച് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ ആയിരുന്നു നേരിട്ടിട്ടുണ്ടായിരുന്നത്. ആ മത്സരത്തിൽ 3-1 ഒരു വലിയ വിജയം തന്നെ ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് നാളെ കളത്തിലിറങ്ങുക. അതേസമയം തന്നെ കഴിഞ്ഞ മത്സരത്തിലാണെങ്കിലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ 2-0 എന്ന സ്കോറിന് പരാജയപ്പെടുത്താൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നു. അതിനു മുന്നേയുള്ള 2 മത്സരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നിരാശാജനകമായിരുന്ന 2 മത്സരങ്ങളായിരുന്നു. അതായത് ഈ സീസണിലെ ഏറ്റവും മികച്ച 2 ടീമുകളായ മുംബൈയോടും ഒപ്പം തന്നെ ഗോവയോടും വലിയൊരു പരാജയമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് നേരിട്ടിട്ടുണ്ടായിരുന്നത്. മുംബൈയോട് 4-0 ഒരു പരാജയം നേരിട്ടപ്പോൾ ഗോവയോട് 3-1 ഒരു പരാജയമായിരുന്നു. ഈ പരാജയങ്ങൾക്കൊക്കെ ബ്ലാസ്റ്റേഴ്സിന് വ്യക്തമായ കാരണങ്ങളും ഉണ്ടായിരുന്നു. അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിലെ താരമായിരുന്ന ലെസ്കോവിച്ച് കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും കളിച്ചിരുന്നില്ല. അതിനാൽ തന്നെ പ്രതിരോധ നിര ഒരു താളം തെറ്റിയ രീതിയിലായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചിരുന്നത്. ഇദ്ദേഹത്തിന് പകരമിറങ്ങിയ വിക്ടർ മോഗിൽ എന്ന താരത്തിന് ആദ്യ മത്സരങ്ങളിലൊന്നും ഫോമിലേക്ക് എത്താൻ വേണ്ടി, അതായത് ടീമിന്റെ ആ ഒരു കോർഡിനേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ലെസ്കോയുടെ അഭാവത്തിൽ വിക്ടർ മോഗിൽ മികച്ച ഒരു പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ യുവതാരമായ ഹോർമി പാമിന്റെ കൂടെ മികച്ചൊരു കൂട്ടുകെട്ട് തന്നെയായിരുന്നു പ്രതിരോധ നിരയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. അത് വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് നൽകുന്നത്. നാളത്തെ മത്സരത്തിലും ലെസ്കോവിച്ച് ഇല്ലെങ്കിലും വിക്ടർ മോഗിലിന്റെയും ഹോർമി പാമിന്റെയും കൂട്ടുകെട്ട് മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കുമെന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ നാളത്തെ മത്സരം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു മത്സരമാകാനുള്ള പ്രധാന കാരണം, നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയാണെങ്കിൽ 3 പോയിന്റ് ലഭിച്ച് 31 പോയിന്റുകൾ ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ പോയിന്റ് ടേബിളിൽ 3-ാം സ്ഥാനം ഉറപ്പിച്ചു വയ്ക്കാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും. ബ്ലാസ്റ്റേഴ്സിന് മുന്നിലായി ഇപ്പോൾ ഉള്ളത് 1-ാം സ്ഥാനത്ത് മുംബൈ സിറ്റി FC-യും 2-ാം സ്ഥാനത്ത് കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ ഹൈദരാബാദ് FC ആണ്. ഇവർ ഗോൾ ഡിഫറൻസിലായാലും പോയിന്റിലാണെങ്കിലും ഏറെ മുൻപിലാണ് എന്ന് തന്നെ പറയണം. ഇവരെ മറികടക്കാൻ ഒരു പക്ഷേ വിശദാംശങ്ങൾ നൽകിയത്. ISLിൽ നാളെ ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടമാണ്. വിജയം ഉറപ്പിക്കുകയാണെങ്കിൽ 3-ാം സ്ഥാനത്തേക്ക് കടക്കും ബ്ലാസ്റ്റേഴ്സ്. നാളെയാണ് മത്സരം.